വീടിൻ്റെ പേരെന്താ? അരയത്ത് പുത്തമ്പര. ആ ഞങ്ങളുടെ വീടാ. ആ ആൾക്ക് സ്ഥലം പിടിക്കുകയല്ല. സ്ഥലം പിടിക്കല അതൊക്കെ ചുമ്മാ വല്ലവരുടെ വായിരിക്കണം തെറിയാക്കേണ്ട കാര്യമുണ്ടോ? ആ അത് മതി. പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ വീഡിയോയ്ക്ക് ലൈക്ക്, ഷെയറും കമൻറ്റ് നൽകുന്നതിനൊപ്പം കമൻറ്റ് ബോക്സ് ഇടത്തേക്ക് സ്ക്രോൾ ചെയ്ത് ഹൈപ്പ് ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോകളെ സപ്പോർട്ട് ചെയ്യുകയും. ഹലോ സഹോദരങ്ങളെ, എല്ലാവർക്കും നമസ്കാരം. ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകതയുള്ള ദിവസമാണ്. നമ്മൾ ഇന്ന് എലിക്കുട്ടി അമ്മയുടെ അരയത്ത് പുത്തമ്പര വരെ ഒന്ന് പോവുകയാണ്. ഞാൻ മാത്രമേ പോകുള്ളൂ കേട്ടോ. ഇവിടെ ഭയങ്കര മഴയാണ്. ഇവിടെ ഇപ്പോൾ 2 ദിവസമായിട്ട് നല്ല മഴയാണ്. മഴ പെയ്തുകൊണ്ടിരിക്കും. ഇന്നലെ വൈകിട്ട് മുതൽ തുടങ്ങിയ മഴയാണ്. പണിയെല്ലാം പെൻഡിങ് ആയിക്കൊണ്ട് മഴ വന്നിരിക്കുകയാണ്. അപ്പോൾ ഇന്ന് അരയത്ത് പുത്തമ്പര വരെ പോവുകയാണ്. അരയത്ത് പുത്തമ്പരയിൽ ഒരു വിശേഷമുണ്ട്. അത് നിങ്ങളിന്ന് കാണിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ എല്ലാവരും കൂടെ പോകണം. എല്ലാവരും സപ്പോർട്ട് വേണം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. ആദ്യമേ കാണുന്നവർ നമ്മുടെ വീഡിയോ കണ്ട ശേഷം മൈ മദേഴ്സ് ഡേ എന്ന പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ആദ്യമുള്ള വീഡിയോ കാണുക. അപ്പോൾ നിങ്ങൾക്ക് ഇവിടുത്തെ കാര്യങ്ങളൊക്കെ മനസ്സിലാകും. അപ്പോൾ എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിച്ചുകൊണ്ട് നമുക്ക് അരയത്ത് പുത്തമ്പര വരെ ഒന്ന് പോകാം. ഓക്കെ. അപ്പോൾ നമ്മൾ അരയത്ത് പുത്തമ്പരയിൽ എത്തിയിട്ടുണ്ട്. നമ്മുടെ സജിമാമിൻ്റെ ഒരു കുടയൊക്കെ മേടിച്ചിട്ടുണ്ട് നമ്മൾ പോവുകയാണ്. നിങ്ങളെ കാണിക്കാൻ പോണത് എന്താണെന്ന് ചോദിച്ചാൽ, നമ്മുടെ അമ്മയുടെ ഓർമ്മയിലും ഞങ്ങളുടെ ഓർമ്മയിലുമുള്ള നമ്മുടെ അരയത്ത് പുത്തമ്പര വീട് വിസ്മൃതിയിലാകാൻ പോവുകയാണ്. അതിൻ്റെ ഭാഗമായിട്ട് അതിൻ്റെ പൊളിക്കൽ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ പുതിയ വീട് പണിയുന്നതിന് വേണ്ടി ബിനോയ്ക്ക് പുതിയ വീട് പണിയുന്നതിന് വേണ്ടി അത് പൊളിക്കുന്നതിൻ്റെ ഭാഗമാണ്. നമുക്ക് ഇങ്ങനെയെങ്കിലും ഇതൊന്ന് കാണാൻ പറ്റി, വരുവാൻ പറ്റി, കയറുവാൻ പറ്റുന്നു. മറ്റേത് മുഴുവൻ പള്ളം പിടിച്ചുകൂടെ കിടക്കുമായിരുന്നു. ഇതാണ് ഞങ്ങൾ ഓടിക്കളിച്ച് നടന്ന മുറ്റം. ഇവിടുന്ന് താഴോട്ടൊരു സ്റ്റെപ്പ് ഉണ്ടായിരുന്നു, ഒരു നടയുണ്ടായിരുന്നു. ഒരു 10 സ്റ്റെപ്പോളം ഉള്ള ഒരു നടയുണ്ടായിരുന്നു. പിന്നെ ഉള്ളത് വഴി അങ്ങേ സൈഡിൽ കൂടെ ആയിരുന്നു. ഇങ്ങേ സൈഡിൽ കൂടെ വഴിയില്ലായിരുന്നു. ഇതിൽ വഴിയില്ലായിരുന്നു. പിന്നെ ഈ വഴി ഇപ്പം ഉണ്ടാക്കിയതാണ്. നേരത്തെ വഴിയൊന്നും ഇവിടെ ഇല്ലായിരുന്നു. ഇവിടെ പിന്നെ പറയാനായിട്ട് പുറത്ത് പറയാനുള്ളത്, ഇവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നു. ഒരു വലിയ ചാമ്പ ഉണ്ടായിരുന്നു. ഈ മരമൊന്നും ഒന്നുമില്ലായിരുന്നു കേട്ടോ. ഇവിടെ മരമൊന്നുമില്ല. ഇവിടെ 2 തെങ്ങും ഒക്കെയായിരുന്നു. ഇതിനകത്ത് മൊത്തം റബ്ബറായിരുന്നു ഈ പറമ്പിൽ മൊത്തം. പിന്നെ ഇവിടെ തെങ്ങുണ്ടായിരുന്നു. നടയുടെ അപ്പുറത്തായിട്ട് 1-2 തെങ്ങുണ്ടായിരുന്നു. ഇവിടെ ഒരു ചാമ്പ ഉണ്ടായിരുന്നു ഈ മൂലയായിട്ട്, ഈ ഭാഗത്തായിട്ട്. അപ്പോൾ ഈ ചാമ്പയ്ക്ക ഉണ്ടാവും. അതിനൊക്കെ പിള്ളേരെല്ലാം കൂടെ വന്ന് കുട്ടിപ്പിടുത്തവും കുളമൊക്കെ ആയിരുന്നു. ഇതാണ് ഇവിടുത്തെ കിണർ. ഈ കിണർ നല്ല താഴ്ചയാണ് കേട്ടോ. നല്ല താഴ്ചയുള്ള കിണറാണ്. ഇത് ഓരോ തവണയും വെള്ളം കുറയുമ്പോൾ തങ്കഞ്ചേട്ടായി ഇറങ്ങി താത്തി വെള്ളം ഉണ്ടായിരുന്നു. അതുപോലെ വെള്ളം കോരി കുളിമുറി, ഇതാണ് കുളിമുറി. താഴത്തെ കുളിമുറിയിൽ ഇടിഞ്ഞു പൊളിഞ്ഞ് പോയി. ഈ ടാങ്കിലോട്ട് വെള്ളം ഒഴിക്കും. ഈ ടാങ്കിലോട്ട് വെള്ളം ഒഴിച്ച് താഴെ ഒരു ടാങ്കുണ്ട്. ആ ടാങ്കിലോട്ട് വരും. അവിടെ ഞങ്ങൾ 3-4 പേര് ഒരുമിച്ചാണ് അവിടെ കുളിക്കുന്നത്. ഒരാൾ തന്നെയല്ല, 5-6 പേര് ഒരുമിച്ച് അതിനകത്ത് നിന്നാണ് കുളിക്കുന്നത്. പിന്നെ കുഞ്ഞേട്ടായി ഈ മഴക്കാലത്ത് മീൻ പിടിക്കാൻ പോയിട്ട് ഇതിന് നടക്കുന്നത് പൊത്തുണ്ട്. വെള്ളം ഇറങ്ങിയപ്പോൾ പൊത്തുണ്ട്. ആ പൊത്തിറക്കി വെച്ചിട്ട് ഇതിനകത്തുകൊണ്ട് മീനെല്ലാം കൊണ്ടിടും. നല്ല വരാലും അതും ഇതുമൊക്കെ ആയിട്ട്. ഈ ചെടികളൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ലോ കേട്ടോ. പിന്നെ ഇവിടെ ഒരു സ്റ്റെപ്പുണ്ട്. എന്താ ഇതിലൊരു സ്റ്റെപ്പുണ്ട്. ഇവിടുന്ന് ഇങ്ങനെ വന്ന് ഇങ്ങനെ ഈ സ്റ്റെപ്പ് വഴി ഇങ്ങോട്ട് കയറി വരാം. അങ്ങനെ ആയിരുന്നു ഈ വീടിൻ്റെ കാര്യങ്ങൾ. പിന്നെ ഇവിടെയായിരുന്നു ആട്ടിൻകൂട്ടിരുന്നത്. ആട്ടിൻകൂട്ടിൻ്റെ ഭിത്തിയൊക്കെയാണ് കിടക്കുന്നത്. ഇവിടെയായിരുന്നു ആട്ടിൻകൂട്ടുണ്ടായിരുന്നത്. ആട്ടിൻകൂട്ടിൻ്റെ അടി താഴെ കാലായിരുന്നു. കാല് നീട്ടി മുകളിലോട്ടായിരുന്നു. ആട്ടിൻകൂട്ടിൻ്റെ ചാണകമെല്ലാം താഴോട്ടാണ് വീണുകൊണ്ടിരുന്നത്. ഇതാണ് വീട്. ഇവിടെയാണ് നമ്മൾ സീറ്റൊക്കെ റബ്ബറുണ്ടായിരുന്നപ്പോൾ സീറ്റ് ഉറവിച്ചുകൊണ്ടിരുന്നത് ഈ അരപ്ലേസിലായിരുന്നു. പിന്നെ പഴയ കട്ടലാണ്. പഴയ TV ഒക്കെ എടുത്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. ഈ നെറ്റൊന്നും അടിച്ചിട്ടില്ലായിരുന്നു അന്നേ. നെറ്റൊക്കെ പിന്നെ അടിച്ചതാണ് കേട്ടോ. നെറ്റൊക്കെ പിന്നെ അടിച്ചിട്ടുണ്ടാക്കിയതാണ്. പിന്നെ ഇവിടെ ഒരു കുരിശൊക്കെ ഉണ്ടായിരുന്നു. ഇവിടെ കുരിശൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്ത് വരച്ച കുരിശൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഇതാണ് നമ്മുടെ തിണ്ണ എന്ന് പറഞ്ഞത്. ഇത് തടിത്തൂണായിരുന്നു. 2-3 തടിത്തൂണായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. അപ്പോൾ നടുക്കത്തെ ഒരു തടിത്തൂണുണ്ടായിരുന്നു. അതിലോട്ട് ഇവിടുത്തെ അന്നമ്മ എപ്പോഴും മുറുക്കാഞ്ചിലൊക്കെ ആയിട്ടിരുന്നു ഈ അരപ്ലാസിലിരുന്നാണ് കിളിക്കൊണ്ടിരുന്നത്. ഞങ്ങളിവിടെ എല്ലാം നിരന്നിരുന്ന് ഈ 4 സൈഡിൽ ഇങ്ങനെ നിരന്നിരിക്കും. ഈ സൈഡിലിരിക്കും, ഇപ്പുറത്തെ സൈഡിലിരിക്കും പ്രാർത്ഥനയുടെ സമയത്ത് എല്ലാവരും കൂടെ. പിന്നെ ഇവിടെ ഒരു ഡെസ്ക് ഇട്ടുണ്ടായിരുന്നു.
ഈ ഡെസ്കിലാണ് ഭക്ഷണമെല്ലാം കഴിച്ചുകൊണ്ടിരുന്ന ഇവിടെ ഒരു ഡെസ്ക് ഉണ്ടായിരുന്നു. ആ ഡെസ്ക് വെച്ചായിരുന്നു ആദ്യമായിട്ട് കറണ്ട് വന്നത്. ഞാൻ കറണ്ട് ആദ്യമായിട്ട് കാണുന്നത് ഇവിടെയാണ്. അന്നത്തെ സ്വിച്ച് ബോർഡൊക്കെയാണിത്. ഇവിടെയാണ് ആദ്യമായിട്ട് കറണ്ട് വൈദ്യുതി വന്ന് കാണുന്നത്. പിന്നെ ഈ ഷീറ്റൊക്കെ അന്ന് ഷീറ്റ് തന്നെയായിരുന്നു കേട്ടോ. ഈ ഗ്രില്ല് മാത്രം ഇല്ലായിരുന്നു മാത്രമേ ഉള്ളൂ, ബാക്കിയെല്ലാം അതുപോലെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ ആ മൂലയിലാണ് ഭക്ഷണം കഴിക്കൽ കൈ കഴുകാനായിട്ട് വെള്ളം വെച്ചിരുന്നത്. ഈ മൂലയിലായിരുന്നു വെള്ളം വെച്ചിരുന്നത്. പിന്നെ ഇവിടെ ആപ്പാട്ടം ഉണ്ടായിരുന്നു. ഇവിടെ ഡെസ്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനകത്തിരുന്ന് അതിലിരുന്ന ഒരു ബെഞ്ച് ഉണ്ടായിരുന്നു. അതിലിരുന്ന് ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്നത്. ഇത് പോർട്ടി ക്യാമറ എന്ന് പറയും. ഇതിനകത്ത് ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ, വലിയ വലിയ ഗസ്റ്റുകളൊക്കെ വരുമ്പോൾ ഇതിനകത്താണ് കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ചേട്ടായി തോമസ് ചേട്ടായി ഉണ്ട്, മേരി ചേച്ചിയുടെ മൂത്ത ചേച്ചിയില്ലേ പോലെ. തോമസ് ചേട്ടായി മരിച്ചുപോയി. തോമസ് ചേട്ടായുടെ ചേച്ചിയായിരുന്നു മെയിനായിട്ട് ഈ മുറി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. പോർട്ടി ക്യാമറ എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. ഇവിടെ നോർത്തട്ടെ, മഴയാണ് ഇവിടെ, ഭയങ്കര മഴയാണ്. ഇപ്പോഴത്തെ മഴ അറിയാമല്ലോ. പോർട്ടി ക്യാമറ എന്ന് പറഞ്ഞാൽ ഈ മുറിയിലാണ്. ഇവിടെ കട്ടിലിട്ടുകൊണ്ട് ഇവിടെ മേശയൊക്കെ ആയിരുന്നു. ഇത് പുറത്ത് നമ്മൾ ഉണ്ണാൻ ഉപയോഗിച്ചിരുന്ന മേശയായിട്ടാണ് കിടക്കുന്നത്. ഞങ്ങളുടെ അന്നത്തെ ഊണ് മേശയാണിത്. പിന്നെ ഈ വാതിലുണ്ട്. ഈ വാതിൽ തുറക്കാറില്ല. ഇത് അകത്തുനിന്ന് അടച്ച് പൂട്ടിയിട്ടിരിക്കുമായിരുന്നു. ഈ മുറിയിലോട്ട് കിടക്കാൻ ഈ വാതിൽ മാത്രമേ ഉണ്ടായിരുന്നു. ഈ ഒറ്റ വാതിൽ കൂടിയാണ് ഇങ്ങോട്ട് കയറിക്കൊണ്ടിരുന്നത്. പിന്നെ അടുത്തത് നേരെ കയറുന്ന മുറി നടുമുറിയാണ്. ഇതാണ് ഏറ്റവും വലിയ മുറിയിനകത്ത്. ഈ മുറിയിൽ മച്ചൊന്നും അങ്ങനെ കാര്യമായിട്ടില്ലായിരുന്നു. ഇങ്ങനെ 2-3 വിലയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നുള്ളൂ. ഓടിയൊക്കെ തന്നെ, ഓടിയൊന്നും വലിയ കുഴപ്പമൊന്നുമില്ല, എല്ലാം പോയി തുടങ്ങിയിട്ടുണ്ടെങ്കിലും. ഈ മുറിയിലാണ് ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു, അതുപോലെ ഇവിടെ ഒരു കട്ടിലുണ്ടായിരുന്നു. അപ്പോൾ ഈ കട്ടിലിൽ, ഇവിടുത്തെ കട്ടിലാണ് ചാച്ചൻ കിടന്നുകൊണ്ടിരുന്നത്. ഇവിടുത്തെ ചാച്ചൻ, നമ്മുടെ അന്നമ്മച്ചിയുടെ ചാച്ചൻ, ചാച്ചൻ, ഞങ്ങൾ എല്ലാവരും ചാച്ച അമ്മച്ചി എന്ന് വിളിക്കുന്നതുകൊണ്ട് പേരൊന്നും കൃത്യമായിട്ട് പറയാൻ പറ്റുന്നില്ല. ഇവിടെ ഒരു കട്ടിലുണ്ടാവും. ഈ കട്ടിൽ ഈ വാതിലടച്ചാണ്. ഇവിടെ ഒരു കട്ടിൽ. ഈ കട്ടിലിൽ അമ്മച്ചി കിടക്കുന്നത്. അമ്മച്ചി കിടന്നുകൊണ്ടിരുന്നത് ഈ കട്ടിലാണ്. പിന്നെ ഈ മൂലയിലായിട്ട് ഇവിടെയായിട്ടൊരു അഴ കിട്ടും. ഇവിടെ ഒരു അഴ കിട്ടുന്നുണ്ട്. ഈ അഴയിലാണ് ഞങ്ങൾ തുണിയിലിട്ടുകൊണ്ടിരുന്നത്. മൂലയിൽ ഇങ്ങനെ ക്രോസ് ചെയ്ത് അഴയുണ്ടാവും. അഴയിലാണ് കിടന്നുകൊണ്ടിരുന്നത്. പഴയ സ്വിച്ച് ബോർഡ്, പണ്ടത്തെ അന്നത്തെ സ്വിച്ച് ബോർഡ് കിടക്കുന്നുണ്ടോ, തടിയിലുള്ള സ്വിച്ച് ബോർഡ്. പിന്നെ ഇവിടെ വേറെ സാധനം, ഇതെന്താണ് സാധനം, നമ്മുടെ മോര് കടയുന്നത്. അന്ന് പശു വളർത്ത സംഭവം കണ്ടായിരുന്നു. മോര് കടച്ചിലൊക്കെ കൊടുത്ത ഒരു വലിയ പരിപാടിയായിരുന്നു. മോര് കടയുന്ന കടകോല് മോര് കടയുന്ന കടകോല്. പിന്നെ ഉള്ള മുറി എന്ന് പറഞ്ഞുണ്ടോ, ഈ വാതിൽ ചെറുതാണ്. ഇത് കുഞ്ഞു വാതിലാണ്, ചെറിയ വീതി പറഞ്ഞ വാതിലാണ്. ഈ വാതിൽ കൂടെയാണ് അങ്ങോട്ട് പാസ് ചെയ്ത് പോകുന്നത്. നമ്മൾ ഇത് കടന്നു പോകാൻ പാടാണ്, അപ്പം നമുക്ക് കിടക്കാനൊക്കെ പാടാണ്. പിന്നെ ഇത് ആണ് നടുമുറി എന്ന് പറയുന്നത്. അടുക്കള കഴിഞ്ഞുള്ള മുറി ഇതാണ്. അപ്പോൾ ഈ മുറിയിൽ ഇവിടെയാണ് സ്വിച്ച് ബോർഡൊക്കെ പിടിപ്പിച്ചിരുന്നത്. ഇവിടെയാണ് ഈ മുറിയിൽ ഇവിടെ ഒരു കട്ടിലുണ്ടാവും. ഇവിടുത്തെ കട്ടിലാണ് നമ്മുടെ ആൻസി ഞങ്ങൾ ആച്ചി എന്ന് വിളിക്കുന്നത്, ആൻസി കിടന്നുകൊണ്ടിരുന്നത്. പിന്നെ ഞങ്ങൾ വരുന്ന ഇവിടെ ഒരു തട്ട് പോലെ ഉണ്ടായിരുന്നു. ഇവിടെയായിട്ട് തട്ട് പോലെ റെഡിയൊക്കെ വെച്ചിരുന്നു. റെഡിയൊക്കെ വെച്ചിരുന്ന തട്ട് പോലെ അവിടെയായിരുന്നു. പിന്നെ ഇവിടെ എന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടെ ഈ മുറിയിലാണ് ഞങ്ങൾ പിള്ളേർ സെറ്റിലാണ് കിടക്കുന്നത്. ഇവിടെ ഇങ്ങോട്ട് പാവിരിക്കും. ഇവിടുന്ന് ഇങ്ങനെ ഇങ്ങോട്ട് നേരത്തെ അങ്ങ് പാവിരിച്ചിട്ട് ഇവിടെ ഒരു കട്ടിലുണ്ട്. ഈ കട്ടിലയിൽ ചിലപ്പോൾ 2 പേര് അനുസരിച്ച് കൂടെ ആരെങ്കിലും ഒരാളും കിടക്കും. ബാക്കിയുള്ളവരുടെ പാവിരിച്ച് ഇവിടെ നേരം ഒറ്റയടിക്ക് കിടക്കുവാണ്. അങ്ങേറ്റം വരെ ഒരു 6-7 പേര് നേരത്തെ ഇങ്ങനെയും കിടക്കുവാണ്. ബാക്കി ഉള്ളവർ അപ്പുറത്തെ മുറിയിൽ, ആ മുറിയിൽ വേറെ ആരും കിടക്കില്ല. അവിടെ ചാച്ചനും അമ്മയും മാത്രമേ ഉണ്ടാകുള്ളൂ. പിന്നെയുള്ളവർ വാർത്താനായിട്ട് പുറത്തെ ഡെസ്കും പുറത്തൊക്കെ ആയിരിക്കും കിടക്കുന്നത്, കൂടുതൽ ആളുണ്ടെങ്കിൽ. പിന്നെ ഈ വെളുപ്പാങ്കാലത്ത് രാവിലെ ഇവരെ ഏറ്റു വരുമ്പോഴത്തേനും കാലാക്കണമായിട്ട് അമ്മച്ചിയും മെരിച്ചേച്ചിയും ഒക്കെ സിനിമ ചേച്ചിയൊക്കെ ഏറ്റു വരുന്നത് ഈ വാതിൽ കൂടെയാണ്. അപ്പം ഞങ്ങളുടെ കിടക്കുന്നവരെ ഗ്യാപ്പിനിടവഴി കാല് വെച്ചാണ് ഇവർ അടുക്കളയിലോട്ട് പോകുന്നത്. ഇതാണ് നമ്മുടെ അടുക്കള. നന്നത്തെ വാതിലുണ്ട്, ചെറിയ വാതിലാണ്. ഇതാണ് നമ്മുടെ അടുക്കള. ചരിത്രമുറങ്ങുന്ന അടുക്കളയാണിത്. ഉണ്ട്, അതിൻ്റെ പുക പിടിച്ചു മൂടി ഇരിക്കുന്നുണ്ടോ? അടുക്കളയുടെ എന്തോരം തീ കത്തിയിട്ടുള്ള അടുക്കള നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും. ഉണ്ടോ, മൊത്തം പുകയെല്ലാം പിടിച്ച് അതുപോലെ നന്നായിട്ട്. ഇവിടെ ഒരു ചെയറുണ്ടായിരുന്നു, ചെറിയ ചെയറുണ്ടായിരുന്നു അടുപ്പിൻ്റെ മുകളിലായിട്ട്. അടുപ്പൊക്കെ പിന്നെ മാറ്റിയതാണ് കേട്ടോ, കുറേ എന്തൊക്കെ മാറ്റം പറ്റിയായിരുന്നു. ഇവിടെ ഒരു ചെയറുണ്ടായിരുന്നു, അവിടെയായിരുന്നു അടുപ്പുണ്ടായിരുന്നു. ഈ ഭാഗത്തായിരുന്നു. ഇവിടെ കഞ്ഞിയും കലമൊക്കെ വെച്ചിരുന്ന സ്ഥലങ്ങളാണ് ഇവിടെ ഈ ഭാഗത്ത്. എല്ലാം പഴയ സ്വിച്ച് ബോർഡ് ഇപ്പോൾ ഇവിടെ ഇരിപ്പുണ്ട്. പുതിയ സ്വിച്ച് ബോർഡിലാണ് കണക്ഷൻ കൊടുത്തേക്കണമെങ്കിലും. അപ്പോൾ ഇവിടെയാണ് നമ്മുടെ പാചകകലകളെല്ലാം നടന്നുകൊണ്ടിരിക്കുന്നുണ്ടോ. തേങ്ങ ചിരവിയിരിക്കുന്നുണ്ടോ? എത്രയാണെന്ന് നോക്കി. 2-3 ചിരവയാണ്. കാരണം അന്ന് ഈ ചായക്കട ഉണ്ടായിരുന്നു. അപ്പോൾ ചായക്കടയിലോട്ട് ഫുഡൊക്കെ ഇവിടുന്നല്ലേ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത് ഇവിടുന്നാണ്. അത് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നും. അപ്പോൾ ഇവിടുന്ന് ചിരവിയാണ്. തേങ്ങ ചിരണ്ട് 3-4 പേര് എന്നൊക്കെയാണ് അന്ന് ചേർന്നിട്ടുണ്ട്. ഓരോന്ന് മാറി ഇരുന്ന് ചേർന്നുണ്ട്. 2 ചിരവ സ്ഥിരം 2 ചിരവയ്ക്ക് എല്ലാ ദിവസവും ഒഴിവില്ലാത്ത ദിവസങ്ങളായിരുന്നു.
എല്ലാ ദിവസവും തന്നെ ഇവിടെ ഒരു തട്ടുണ്ടായിരുന്നു. പിന്നെ ഇവിടെയാണ് വീട്ടിലെ അത്യാവശ്യം പ്രശ്നം പാചകം ചെയ്ത് അല്ലാത്തതൊക്കെ ആയിട്ടുള്ള ചെറിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ വെച്ചിരുന്നത് ഇവിടെയായിരുന്നു. ഇവിടെ ഒരു തട്ടുണ്ടായിരുന്നു. ഇവിടെയാണ് അരിയും സാധനങ്ങളൊക്കെ വെച്ചുകൊണ്ടിരുന്ന ഈ ഭാഗത്തായിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഇവിടെയായിട്ടാണ് പഴക്കൊലയൊക്കെ എടുത്ത് വെക്കുന്നത്. മിക്കവാറും ഇവിടെയായിട്ട് ഈ ഭാഗത്താണ് പഴക്കൊല എടുത്ത് വെച്ചിട്ടുണ്ടിരുന്നത്. പഴക്കൊല പിന്നെ വീട്ടിലോട്ട് അങ്ങ് കൊണ്ടുപോകാനായിട്ടും കടയോട്ട് കൊണ്ടുപോകാനുള്ള പഴക്കൊല ഉണ്ട്. പിന്നെ ഇവിടെ ഇതിനടിയിലാണ് പഴക്കൊലയൊക്കെ വെച്ചുകൊണ്ടിരുന്നത്, പഴം പഴിപ്പിക്കാനൊക്കെ വെച്ചുകൊണ്ടിരുന്നത്. ഇതിനകത്ത് അവിടെയാണ്. അപ്പോൾ ഇതാണ് അടുക്കള. അടുക്കളയിലോട്ട് അവർ പാസ് ചെയ്ത് വരുന്നത്. ഞങ്ങൾ എല്ലാം നേരത്തെ ഇവിടെ കിടക്കുമായിരിക്കും. 20 പേര് നേരത്തെ ഇവിടെ കിടക്കുവാണ്. അപ്പോൾ അതിനിടയിൽ നിന്ന് കാലയുടെ അക്കടെ വെച്ച് വേണം ഇങ്ങോട്ട് കടന്നു വരാനായിട്ട്. അത് വാതിൽ ഇത്രയും പൊക്കൊക്കെ ഉള്ളൂ, അറിയാലോ. അന്നത്തെ പഴയ വാതിലുകളല്ലേ, കട്ടിലുകളല്ലേ. പിന്നെയുള്ള മുറികളെന്ന് പറഞ്ഞാൽ പിന്നെയുള്ള മുറി 2 ചാർത്തിയെടുത്തിരിക്കുന്നതാണ്. ഇവിടെ പുറകിലായിട്ട് ചാർത്തിയെടുത്തിരിക്കുന്നത്. ഇവിടെ ബൈബിളും പ്രാർത്ഥനാ പുസ്തകങ്ങളും സംഭവങ്ങളൊക്കെ ഈ തട്ടലായിരുന്നു. കുരിശുരൂപം ഒക്കെ. ഇത് അമ്മച്ചിയുടെയും ചാച്ചൻ്റെ മുറിയാണല്ലോ. അപ്പോൾ ഇവിടെയാണ് വെച്ചിട്ടുള്ളത്. പിന്നെ അന്ന് ഇതുപോലെ മുകളിൽ കണ്ടുവന്ന് ഈ പലക കിടക്കുന്ന ആ പലകൊക്കെ തന്നെ ഇപ്പോഴും ഉണ്ട്, അതൊന്നും മാറിയിട്ടില്ല. പിന്നെ ഈ വാതിൽ ഇവിടുന്ന് മുറി ഇതിങ്ങനെ താഴോട്ടാണ്, അടിയോട്ടോ ചെറിയ സ്റ്റെപ്പാണ്. സ്റ്റെപ്പ് ഇവിടെ ഇത് കൂട്ടിയെടുത്ത മുറിയാണെന്ന്, അല്ല അത് കൂടെ ഉണ്ടായിരുന്നു തന്നെ അല്ലേ. അതെ. അപ്പോൾ ഇവിടെ ഒരു പത്താഴം ഉണ്ടായിരുന്നു, വലിയൊരു പത്താഴം. ഇവിടെ ഇങ്ങനെ ഇപ്പോൾ ഈ കട്ടിൽ കിടക്കുന്ന പോലെ ഒരു പത്താഴം കിടപ്പുണ്ടായിരുന്നു. പിന്നെ ഇവിടെ ഒരു കട്ടിൽ, ഇവിടെ ഇങ്ങനെ നീളത്തിൽ ഈ കട്ടിലാണോ വേറെ കട്ടിലാണോ ഇവിടെ ഇങ്ങനെ നീളത്തിലുണ്ടാവും. അപ്പോൾ ഈ പത്താഴത്തിൻ്റെ മുകളിലാണ് മിക്കവാറും കുറച്ചും കൂടെ വലുതായി കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനും വിനോദിയൊക്കെ ഈ പത്താഴത്തിൻ്റെ മുകളിലാണ് കിടപ്പ്. പത്താഴത്തിന് മുകളിൽ സുഖമാണ്, 2 പായിട്ട് കിടക്കാം. പിന്നെ കുഞ്ഞേട്ടായി കിടന്നുകൊണ്ടിരുന്നത് ഇവിടുത്തെ ഈ കട്ടിലായിരുന്നു. കുഞ്ഞേട്ടായും സജി ഡൽഹിക്കൊക്കെ പോകുന്നതിന് മുമ്പ് സജിയും കിടന്നുകൊണ്ടിരുന്നത് അവിടെയായിട്ടാണ്. അപ്പോൾ സജിയൊക്കെ കിടക്കുന്ന സമയത്ത് ഞങ്ങൾ അവിടെ അകത്താണ് കിടക്കുന്നത്. കുഞ്ഞേട്ടായൊക്കെ സജിയൊക്കെ ഡൽഹിക്ക് പോയി കഴിഞ്ഞപ്പോൾ ഞങ്ങളിവിടെ വന്ന് കൂടും. ഞങ്ങളിവിടെ പത്താഴത്തിൻ്റെ മുകളിലോട്ട് സ്ഥാനം പിടിക്കുന്നത്. ഒരു പത്താഴം വെച്ച് പിന്നെ അവിടെ തുണിയൊക്കെ തൂക്കിയിടാനായിട്ട് അലക്കി തുണിയൊക്കെ തൂക്കിയിടുന്നത് അവിടെ ആ ഭാഗത്തായിരുന്നു. പിന്നെ ഈ മുറി 2ാമത് സെറ്റാക്കി എടുത്തതാണെന്ന്. ഈ മുറി തങ്കഞ്ചേട്ടായും ചിന്നമ്മച്ചേച്ചിയും കല്യാണം കഴിച്ച് വന്നപ്പോഴത്തേനും ഉള്ള മുറി, അതായത് 2ാമത്തെ ആൾ തങ്കഞ്ചേട്ടായി ഇപ്പം അപ്പുറം താമസിക്കുന്നത്. അവിടെ നമ്മൾ പോയത് നിങ്ങൾ ഓർമ്മ ഉണ്ടായിരിക്കുമല്ലോ. തോമാഞ്ചേട്ടായിക്ക് ആ മുറിയിലായിരുന്നു, ആ മുറിയിലാണ് പൊട്ടിക്കാൻ മുറിയിലായിരുന്നു. ഇത് ചാർത്തിലുള്ള ഈ മുറിയിലാണ് തങ്കഞ്ചേട്ടായും ചിന്നമ്മച്ചേച്ചിയും മുറി ഇതിനകത്തായിരുന്നു. ഈ മുറിയാണ് അവർ കിടന്നുകൊണ്ടിരുന്ന മുറി ഇതാണ്. പിന്നെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ അത് തുറക്കാമോ നോക്കട്ടെ, അത് തുറക്കാമെന്നോ കുഴപ്പമില്ല. അന്നത്തെ വാതിലുകളല്ലേ, ചെറിയ വാതിലുകളല്ലേ, കുഞ്ഞു വാതിലുകളാണ് മൊത്തം. നമ്മൾ പുറത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവിടെയായിട്ടാണ് കൊണ്ട് നമ്മുടെ വിറക് അന്ന് ഈ തീപ്പെട്ടി ഇവിടെ ഒരു ചാർത്ത പോലെ ഉണ്ടായിരുന്നു, ഇങ്ങനെ ചെറിയൊരു ചാർത്ത പോലെ ഉണ്ടായിരുന്നു. തീപ്പെട്ടി കമ്പനിയിൽ നിന്ന് ഈ പൊങ്ങിലക്കമ്പത്തിൻ്റെ തൊലി പൊളിച്ചുകൊണ്ടിരും. അവിടെ പോയി തല്ലിപ്പൊളിച്ചുകൊണ്ട് ആ തൊലിയെല്ലാം കൂടെ കൂടി ഇവിടെ ശേഖരിച്ച് വെക്കുന്ന ഇവിടെയായിട്ടായിരുന്നു. ഇവിടെയാണ് ശേഖരിച്ച് വെച്ചുകൊണ്ടിരുന്നത്, തൊലിയെല്ലാം കൂടെ പൊളിച്ച് ശേഖരിച്ച് വെച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ തീ കത്തിക്കാനായിട്ട് എടുത്തുകൊണ്ടിരുന്നതാണ്. അപ്പോൾ ഇവിടെ പിന്നെ വേറെ പ്രത്യേകിച്ച് ഈ ഭാഗത്തൊന്നും ഇല്ലായിരുന്നു. ഇവിടെ പിന്നെ ഇത് നമ്മുടെ അതാണ് നമ്മുടെ പത്താഴം വേണ്ട കേട്ടോ, നമ്മുടെ പത്താഴം വേണ്ട. ഇതാണ് നമ്മുടെ പത്താഴം എന്തായിരുന്നു വരുവായിരുന്നു. പത്താഴത്തിന് മുകളുണ്ട്, പത്താഴത്തിൻ്റെ ടോപ്പ് ഞാനിപ്പുറം കയറി കാണിക്കാം, പുറത്ത് കയറി കാണിക്കാം. പത്താഴം അവിടെ നിന്ന് ഇങ്ങോട്ട് മാറ്റി തന്നു തോന്നുന്നു. ഈ പത്താഴത്തിൻ്റെ മുകളിലാണ് ഞങ്ങൾ 2 പേരും കിടന്നുകൊണ്ടിരുന്നത്. വീഡിയോയും ഞാനൊക്കെ കിടന്നുകൊണ്ടിരുന്നത്. പത്താഴം നല്ല സൂപ്പർ പത്താഴമായിരുന്നു കേട്ടോ, ഒരു കുഴപ്പമില്ലാത്ത നല്ല അടിപൊളി പത്താഴമായിരുന്നു ഇത്. ഈ പത്താഴത്തിൻ്റെ മുകളിൽ 2-3 പേര് കിടന്നുകൊണ്ടിരുന്നതാണ്. പിന്നെ ഈ ഇടിയലിലൊക്കെ നല്ല ഓർമ്മയുള്ള സാധനം കേട്ടോ. ഇവിടെ ഒത്തിരി അരി ഇടിച്ചിട്ടുള്ളതാണ്. ഇവിടെ നിന്ന് അവലൊക്കെ ഇടിക്കുമായിരുന്നു. ഇവിടെ അവലിടിയും പരിപാടിയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരുമാതിരി ചില പാചകങ്ങളൊക്കെ ഇവിടെയാണ് നടത്തിക്കൊണ്ടിരുന്നത്. വലിയ പരിപാടികളൊക്കെ വരുമ്പോൾ കല്യാണം അതുപോലെയുള്ള പരിപാടിക്ക് ഇവിടുത്തെ ചാച്ചൻ കുക്കിംഗ് കൂടിയായിരുന്നു, കുക്കിപ്പണി ചെയ്യുമായിരുന്നു. പാചകം, നമ്മുടെ കല്യാണത്തിനുള്ള പാചകം. അപ്പം ഇവിടെയാണ് മെയിനായിട്ടുള്ള പാചകങ്ങളൊക്കെ, വലിയ പാചകങ്ങളൊക്കെ നടന്നുകൊണ്ടിരുന്നത് ഈ ഭാഗത്തായിട്ടാണ്. അപ്പോൾ എനിക്ക് പത്താഴം പോയെന്നാണ് അടുത്ത്. നിങ്ങൾ ഈ പത്താഴം കാണിക്കാൻ പറ്റും. ഈ പത്താഴത്തിൻ്റെ മുകളിൽ നമ്മൾ ഒത്തിരി കിടന്നുറങ്ങിയിട്ടുള്ളതാണ്. ഈ പത്താഴത്തിൻ്റെ ഇടയിലായിട്ട് ഒത്തിരി മൂട്ടയുടെ ശല്യം ഉണ്ടായിരുന്നു. പിന്നെ അരകല്ല്, ഈ അരകല്ലിനും ഭയങ്കര പ്രാധാന്യമുണ്ട്. ഇവ എന്നും അരച്ചല്ലേ അന്ന് ഉണ്ടാക്കുന്നത് മൊത്തം. അരകല്ലിന് നല്ല പ്രാധാന്യമാണ്. പിന്നെ അതിൽ പിന്നെ അവിടെയായിട്ടാണ് പാത്രങ്ങളൊക്കെ ഒരുമാതിരിയൊക്കെ അടുക്കി വെച്ചിരുന്നത്. അവിടെയായിട്ടൊക്കെയാണ് നമുക്ക് അത്യാവശ്യം ഇല്ലാത്ത പാത്രങ്ങളൊക്കെ അവിടെയാണ് ഇറക്കി വെച്ചിരുന്നത്, അടുക്കി വെച്ചിരുന്നത്. അതുപോലെ ഇതായിരുന്നു തൊഴുത്ത്. ഈ കാണുന്ന ഇതായിരുന്നു തൊഴുത്ത്. ഇവിടെ പശു ഉണ്ടായിരുന്നു, ചാണകക്കുഴി കാണുന്നത്, ചാണകക്കുഴി. ഈ തൊഴുത്തിൽ 2-3 ഉണ്ടായിരുന്നു. അപ്പം മേരി ചേച്ചിയാണ് പശുവിനെ കറവൊക്കെ മേരി ചേച്ചിയായിരുന്നു.
മേരി ചേച്ചിയാണ് പശുവിനെ കറവാൻ പരിപാടിയൊക്കെ മേരി ചേച്ചിയായിരുന്നു. പിന്നെ അവിടെ നമ്മൾ കയറി വരുന്നത് ആ നടവഴി അതിലേയും കയറി വരും, പിന്നെ ഇതിലേയും കയറി വരുമായിരുന്നു, ഇതിലേയും ഇങ്ങനെയും കയറി വരുമായിരുന്നു. ഇത് ആട്ടുകൂടിൻ്റെ ഭിത്തിയാണ് ഈ കാണുന്നത്. ആടും ഉണ്ടായിരുന്നു. അതുപോലെ എവിടെയായിട്ടൊരു നാട്ടുമാവുണ്ടായിരുന്നു. നാട്ടുമാവ് ഈ ആ ഭാഗത്തായിട്ട് അതിന് കുറച്ചും കൂടെ മുമ്പിലാണ്. അത് വഴി വന്നപ്പോൾ പോയതാണ്. ആ നാട്ടുമാവിൽ മാങ്ങ ഉണ്ടായി കഴിയുമ്പോഴത്തേനും മാങ്ങാപ്പഴം പറക്കാനായിട്ട് ഞങ്ങൾ വെക്കേഷൻ സമയത്ത് ഓടിക്കൊണ്ടിരുന്നത്. ഇവിടെ ഉണ്ട് വെറ്റക്കൊടി കിടക്കുന്നുണ്ടോ? ഇവിടെ ഇവരെല്ലാം മുറുക്കുന്നവരായിരുന്നു കേട്ടോ. അമ്മച്ചിയുടെ ഇളയ കുഞ്ഞമ്മമാർ 2 പേര് നീക്കി, ബാക്കി 3 പേര് നല്ല മുറുക്കാരായിരുന്നു. വെറ്റക്കൊടി ഇപ്പോഴും അടിപൊളിയായിട്ട് കയറി കിടപ്പുണ്ട്. വെറ്റിലക്കൊടി അത് പണ്ട് നേരത്തെ പോലെ ഇവിടെ ഉള്ളതാണ് വെറ്റിലക്കൊടിയെ. അപ്പോൾ ഇതാണ് അടുക്കളയിലൂടെ പുറത്തേക്കുള്ള വാതിൽ. ഇതിലെ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും കയറി ഇറങ്ങുകയും ചെയ്തുകൊണ്ടിരുന്നതാണ്. പിന്നെ ഇത് ആണിപ്പോൾ തോമാൻ ചേട്ടായി, മൂത്ത ചേട്ടായി എന്ന് പറഞ്ഞില്ലേ, ഇച്ചിരി മേരിച്ചിച്ച് താമസിക്കുന്ന വീട് ഇതാണ് മേരിച്ചിച്ച് കൊണ്ടുവന്നിരിക്കുന്ന വീട്. ഈ ചാമ്പ്യൊന്നൊന്നുമില്ല, ഇതൊക്കെ പിന്നെ കാലത്ത് വന്ന സാധനം കേട്ടോ. ഈ സാധനമൊന്നും ഇതൊന്നും ഇവിടെ ഉണ്ടായിരുന്നല്ല. പിന്നെ ഇങ്ങോട്ട് പോന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മിറ്റമൊക്കെ അതേപോലെ തന്നെ, ഈ സൈഡ് കിട്ടും ഇതൊക്കെ അതുപോലെ തന്നെയായിരുന്നു. പിന്നെ ഇവിടെ ആഞ്ഞിലി ഉണ്ടായിരുന്നു പറഞ്ഞ്, ഒരു ആഞ്ഞിലി മാവ് കിടന്നിട്ടുണ്ട്. ആഞ്ഞിലിയുടെ മറ്റൊരു ചെറിയ ആഞ്ഞിലിയാണ് ഇപ്പോൾ അവിടെ നിൽക്കുന്നത്. ആഞ്ഞിലിയിൽ കായുടെ കാര്യം ഞാൻ പറഞ്ഞായിരുന്നു, ചെറിയതൊക്കെ കയറി ആഞ്ഞിലിക്ക് അവളെ വർഷ കാര്യമൊക്കെ പറഞ്ഞായിരുന്നു. ആ മാവിൻ്റെ ചേർന്ന് ആയിരുന്നു ഇപ്പം നിൽക്കുന്ന ആഞ്ഞിലി അങ്ങ് മാറിയാണ് നിൽക്കുന്നത്. ഇവിടെ നിന്ന് അങ്ങ് മാറിയാണ് നിൽക്കുന്നത്. പഴയ ആഞ്ഞിലി അത് ചേർന്നായിരുന്നു, ആ മാവോട് ചേർന്ന് ഇങ്ങനെ പോയേക്കുമായിരുന്നു. അപ്പോൾ ഈ മാവിൻ്റെ കമ്പൊക്കെ അങ്ങ് താന്ന് ഇത് ഇവിടെ മണ്ണെടുത്ത് മാറ്റിയാണ്. ഇവിടെ എല്ലാം കുന്നായിരുന്നു. ഈ ബാത്റൂം ഒന്നുമില്ല കേട്ടോ. ഈ ബാത്റൂമൊക്കെ പിന്നെ ഇവർ പിൻകാലത്ത് ഉണ്ടാക്കിയെടുത്തതാണ്. അന്ന് ബാത്റൂം എന്ന് പറഞ്ഞ് ഞങ്ങളുടെ സജിയുടെ വീടിരിക്കുന്നിടത്ത് നമ്മുടെ കുട്ടക്കുഴി എന്ന് പറയല്ലേ, കുട്ടനെ കുളത്തി ഉള്ള കുഴി, അവിടെ കുട്ടക്കക്കൂസ് എന്ന് പറഞ്ഞാൽ കക്കൂസ്, അങ്ങനെ കക്കൂസ് ഉണ്ടാക്കി ആ കക്കൂസിലായിരുന്നു. ഇവിടുന്ന് കൂടി അങ്ങ് പോകും. അന്ന് ഇവിടെ 3-4 മാവൊക്കെ ഉണ്ടായിരുന്നു. അതിലൊരു മാവ് വലിയ മാവൊന്നുമില്ല, മാവെല്ലാം വെട്ടിപ്പോയി. ഈ ആഞ്ഞിലി എന്നൊക്കെ പിന്നെ ഉണ്ടായതാണ്. അതൊന്നും ഈ ആഞ്ഞിലിയൊന്നുമില്ല. പിന്നെ ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഇതാണ് ഇവിടുത്തെ സ്റ്റെപ്പ്. ഇങ്ങോട്ടുള്ള സ്റ്റെപ്പ് ഇത് ഉപ്പുവരണിയൊക്കെയാണ് ഇരിക്കുന്നത് അന്നത്തെ. ഈ സ്റ്റെപ്പ് ഇറങ്ങി കയറി വന്നത്. ഈ സ്റ്റെപ്പിൽ പോയി തലയൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മൾ പൊക്കം വെച്ചു വന്നിരുന്നു കഴിഞ്ഞപ്പോഴത്തേക്കും. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അമ്മ വീടിൻ്റെ കാര്യങ്ങൾ. അമ്മയുടെ ഓർമ്മയിലുള്ള ഞങ്ങളുടെ ഓർമ്മയിലുള്ള അമ്മ വീട് ഇതാണ്. ആ മാവിൻ്റെ കമ്പ് ഈ അങ്ങോട്ട് ആ മണ്ണെടുത്ത് മാറ്റിയതാണ് അവിടെ. അത് ആ നിരപ്പിൽ കുന്നായിരുന്നു. അത് ഇവിടെ സ്ഥലം വിറ്റ് പോയപ്പോഴത്തേനും അവിടുത്തെ മണ്ണെടുത്ത് മാറ്റിപ്പോയായിരുന്നു. അവിടെ മുഴുവൻ കപ്പയായിരുന്നു, കപ്പയിട്ടോണ്ടിരിക്കുമായിരുന്നു അവിടെ എല്ലാം. കുന്നായി കിടന്നപ്പോൾ. അപ്പോൾ ഈ മാവേൽ നല്ല സൂപ്പർ മാങ്ങയായിരുന്നു ഉണ്ടായിരുന്നത്. അതൊക്കെ ഒരു ഓർമ്മയായി മാറി അതൊക്കെയാണ്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു നാടൻ പട്ടി ഉണ്ടായിരുന്നു. 3-4 പട്ടികൾ ഉണ്ടായിരുന്നു. അതിൽ ഒരു നാടൻ പട്ടി ഉണ്ട്, ഭയങ്കര സ്നേഹമായിരുന്നു. അവനെ ഞങ്ങൾ ആര് വന്നാലും, ഈ വീട്ടിലെ ആയിട്ട് ബന്ധപ്പെട്ട ആര് വന്നാലും ആ പട്ടിക്ക് എല്ലാവരെയും തിരിച്ചറിയാം. അവൻ കിടക്കുന്ന സ്ഥലമായിരുന്നു ഇവിടെ, നല്ല ചുമല കളറുണ്ട്. പിന്നെ അവനെ ആരെങ്കിലും ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിലുണ്ടല്ലോ, ഇവിടെ അടുത്തെങ്കിലും ആരെങ്കിലും ഉപദ്രവിച്ചു ഞാൻ വൈകുന്നേരം അയച്ചോളൂ. വലിയ നല്ല പൊക്കൊക്കെ ഉള്ളൊരുത്തനാണ്. ആരെങ്കിലും അഴിച്ചു വിട്ട് കഴിഞ്ഞാൽ ആരെങ്കിലും അവനെ ഉപദ്രവിച്ചിട്ടുണ്ടെങ്കിൽ അവനെ കയറി അറ്റാക്ക് ചെയ്യുന്നൊരു സ്വഭാവമുണ്ടായിരുന്നു. അവൻ വൈകിട്ട് പാത്തിരുന്ന് പിടിക്കും. അങ്ങനെ ഒരു സ്വഭാവം ഉണ്ട്. ഇത് അടുത്ത് ഈ പൊട്ടിക്കാമുറി കിടന്ന മേശയാണ് കേട്ടോ. അതൊക്കെ കായാധിക്യതയാൽ കലഹരണപ്പെട്ട് പോയി. ഇതിനകത്ത് കൂടെ റബ്ബറൊക്കെ ആയിരുന്നു. ഇതിനകത്ത് റബ്ബർ വെട്ടി ആദ്യം റബ്ബർ ഷീറ്റൊക്കെ എടുക്കുന്ന ഇവിടുന്നാണ്. പിന്നെ ഈ പേര എന്നുള്ളതാണ് കേട്ടോ. ഈ പേര എന്നുള്ളതാണ്. ഇവിടെയായിട്ടൊരു പേര ഉണ്ടായിരുന്നിരിക്കും. അത് എൻ്റെ ഓർമ്മയിൽ ഇവിടെ ഒരു പേര ഉണ്ടായിരുന്നെന്ന് സംശയമുണ്ട്. ഒരു ഈ തെങ്ങൊക്കെ ഇവിടെ നിൽക്കുന്നതാണ്. ഇതിന് ഇവിടെയായിട്ടും 2-3 തെങ്ങൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം പോയി. പിന്നെ അവിടെ ഒരു ആഞ്ഞിലിയൊക്കെ ഉണ്ടായിരുന്നു. 2-3 പ്ലാവൊക്കെ ഉണ്ടായിരുന്നു ഇവിടെ, എല്ലാം വെട്ടിപ്പോയതാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ എലിക്കുട്ടിയമ്മയുടെ ഓർമ്മയിലുള്ള വീട് ഇത് തന്നെയാണെന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ നൊസ്റ്റാൾജിയ ഈ വീടാണ്. ഞങ്ങൾക്ക് മറക്കാൻ പറ്റാത്ത വീടാണിത്. ഈ വീട് വിസ്മൃതിയിലോട്ട് പോവുകയാണ്. കാരണം എന്ന് ഈ വീടിനെക്കുറിച്ച് ഒരു വീഡിയോ ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചാണ്. പൊളിക്കുമ്പോഴാണെങ്കിലും വന്ന് അതിനകത്ത് കയറിയൊന്ന് കാണാൻ പറ്റി എന്ന് ഓർമ്മ നിൽക്കുന്ന ഒരു ഭാഗമാണിത്. കാരണം ഇവിടെ വരുന്ന പിള്ളേരെല്ലാം ചേർത്തി നീതിമാരുടെയും ചിറ്റപ്പന്മാരുടെയും എല്ലാ മക്കളും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ഭയങ്കര ആരവമായിരുന്നു, ഭയങ്കര ആഘോഷങ്ങളായിരുന്നു. എല്ലാവരും സ്നേഹത്തോടെ വളരെ സന്തോഷത്തോടെ ഒതുങ്ങിക്കൂടി കഴിഞ്ഞിരുന്ന ഒരു വീടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഓർമ്മകളൊന്നും നമുക്ക് മറക്കാൻ പറ്റുന്നില്ല. എപ്പോഴും എത്ര സ്വാതന്ത്ര്യമുണ്ടോ അത്ര സ്വാതന്ത്ര്യത്തോടെ തന്നെ നമുക്കിവിടെ വരാൻ പറ്റുന്നതായിരുന്നു. അപ്പോൾ അത് ഒരിക്കലും മറക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇത് നമ്മുടെ ഓർമ്മയിൽ എപ്പോഴും വേണം. അമ്മച്ചി എപ്പോഴും ഈ അരപ്ലേസെ മുറുക്കിക്കൊണ്ടിരിക്കും. വർത്തമാനം പറഞ്ഞ് മിക്കവാറും അവിടെ ആ നടുക്കത്തെ തൂണ് ഇപ്പോൾ 20 തൂണ് മറ്റേ തൂണ് മാറ്റി സ്ഥാപിച്ചാണ്. അപ്പോൾ പെരുന്നാൾ സമയമൊക്കെ ആകുമ്പോഴത്തേനാണ് ഞങ്ങളിവിടെ വന്ന് ഈ വീടിൻ്റെ പെയിൻറ്റടിയും പരിപാടിയൊക്കെ തങ്കച്ചേട്ടായി ഞങ്ങളെ കൂടിയാണ് പെയിൻ്റൊക്കെ അടിച്ചുകൊണ്ടിരുന്നത്. സോമൻ ചേട്ടയുടെ പഴയ ഫോട്ടോ ഇവിടെ ഇരിപ്പുണ്ട്.
മൂത്തയേട്ടായിരുന്നു. ഇങ്ങനെ തന്നെയായിരുന്നു അവിടുത്തെ അന്നും ഈ വീട് ഇരുന്നത്. ഇങ്ങനെ തന്നെ സ്റ്റെപ്പ് കയറി ഇങ്ങനെ കയറി പോകണമായിരുന്നു നേരെ പ്ലേസ്. അവിടെ റബ്ബർ പാലെല്ലാം ഉറയിച്ച് വെക്കുക. പിന്നെ ഇവിടെ നിന്ന് ചാമ്പ ഉണങ്ങിപ്പോയാൽ കേട്ടോ, അത് നല്ലൊരു ചാമ്പയായിരുന്നു. പിന്നെ ഇവിടുത്തെ ഈ സ്റ്റെപ്പ് അങ്ങനെ അധികം ഉപയോഗമില്ലായിരുന്നു. ഉപയോഗമുണ്ട് ഉണ്ടായിരുന്നതിലും ചാച്ചൻ കടയിൽ നിന്ന് വരുമ്പോഴത്തേനാണ് ഈ സ്റ്റെപ്പിൻ്റെ ഉപയോഗം ഉണ്ടായിരുന്നത്. ഞങ്ങളൊക്കെ അതിലേക്ക് കയറിപ്പോരും, അപ്പുറത്തെ സ്റ്റെപ്പൊക്കെ കയറിപ്പോരും. പിന്നെ അപ്പുറത്ത് അങ്ങ് പുറകെ കൂടെ തൊഴിച്ചിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുമില്ല, കാരണം വണ്ടിയൊന്നും ഇല്ലല്ലോ, ആ പടയുള്ള സൈക്കിളല്ലേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ വീട്, നമ്മുടെ ഓർമ്മയിലുള്ള അമ്മ വീട് ഇപ്പോൾ വിസ്മൃതിയിലോട്ട് പോവുകയാണ്. ഇത് നല്ല പഴക്കമുള്ള വീടാണ്. ഇത് ചാച്ചനായിട്ട് വിടതാന്ന് തോന്നുന്നു, ഇവിടുത്തെ ചാച്ചനായിട്ട് വിടുന്നത് വീടാന്ന് തോന്നുന്നു. വിസ്മൃതിയിലോട്ട് പോവുകയാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് കാണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. നിങ്ങൾക്ക് ഇത് കാണുന്നതിൽ സന്തോഷമുണ്ടെന്ന് വിചാരിക്കുന്നു. പിന്നെ ഇവിടെ കല്യാണത്തിനൊക്കെ ഇവിടെ ഈ മേരി ചേച്ചിയുടെയും തോമാൻ ചേട്ടയുടെയും കല്യാണത്തിനും തങ്കഞ്ചേട്ടയുടെ കല്യാണത്തിനൊക്കെ ഇവിടെ കേട്ടോ സദ്യ നടത്തുന്നത്. പക്ഷേ അവിടെ മണ്ഡപം ഉണ്ടാക്കിയിട്ട്, ചെറിയ മണ്ഡപം ഉണ്ടാക്കിയിട്ട് ഇതിനകത്ത് വെച്ചിട്ടാണ് ആൾക്കാർക്ക് കൂടുതലാണ് ഫുഡ് കൊടുത്തത്. അന്നൊക്കെ നിശ്ചിത തന്നെ ആൾക്കാർക്കല്ലേ പങ്കെടുക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അവരെല്ലാം തെറി പറഞ്ഞ് കൊടുക്കില്ല കൂടുതൽ ആൾക്കാർ വന്നാൽ. അന്നൊക്കെ ലിമിറ്റേഷൻ ഉണ്ടല്ലോ. അപ്പോൾ അങ്ങനെ ആയിരുന്നു. ആ മൂലയിലായിട്ടാണ് ചെറിയ മണ്ഡപം ഉണ്ടാക്കിയിട്ട്, അന്ന് മണ്ഡപമൊക്കെ ഡെക്കറേറ്റ് ചെയ്ത് ഞാനും മൂത്ത ചേട്ടനും കൂടെ കൂടിയാണ്. ഇവിടെ 2 വരി ഇതിട്ടിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കി എന്നൊക്കെ അല്ലേ, ഇന്നത്തെ രീതികൾ അങ്ങനെയൊക്കെ ആയിരുന്നു. എന്തായാലും ഈ വീട് നമ്മുടെ ഓർമ്മയിൽ നിന്ന് പോവുകയാണ്. ഈ ഓർമ്മകളിൽ മാത്രമായി മാറുകയാണ് ഈ വീട്. കാരണം ഈ വീടിനെക്കുറിച്ച് നമുക്ക് ഒത്തിരി കാര്യങ്ങൾ ഓർമ്മയിലുണ്ട്. ഇതെല്ലാവരെയും ഒന്ന് കാണിച്ചേക്കാം എന്നുള്ള ഉദ്ദേശത്തിലാണ്. ഏതെങ്കിലും നിങ്ങളെല്ലാവരെയും ഒന്ന് ഇങ്ങനെയെങ്കിലും ഒന്ന് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷമുണ്ട്. അപ്പം എല്ലാവർക്കും പ്രത്യേകം നന്ദി. ബാക്കി കാര്യങ്ങൾ അപ്പോൾ ഇവിടെ മണ്ണൊക്കെ എടുത്ത് താത്തുമായിരിക്കും, താത്തിയിട്ട് ഇരിക്കുമല്ലോ. ഇനി വീട് പണിയുള്ളായിരിക്കും. ഇത്രയും ഹൈറ്റിൽ ഇനിയിപ്പോൾ വീട് പണിയാനുള്ള സാധ്യത കുറവാണ്. മണ്ണൊക്കെ എടുത്ത് താത്തി ലെവലാക്കിയിട്ടേ ആയിരിക്കും പണിയുന്നതെന്ന് വിചാരിക്കുന്നു. അതൊക്കെയാണ് നമ്മുടെ വീട് കാഴ്ചകൾ. നമ്മൾ വിടുന്ന വീട് നിങ്ങളെല്ലാവരും കാണിക്കാൻ പറ്റിയതിൽ വളരെ സന്തോഷമുണ്ട്. അപ്പോൾ ഇനി നമ്മൾ ഭയങ്കര മഴയാണ് ഇവിടെ. വൈകിട്ട് തുടങ്ങിയ മഴ തോർന്നിട്ടില്ല ഇതുവരെ. അപ്പോൾ നമുക്ക് ഇതൊക്കെ നിങ്ങളൊന്ന് എലിക്കുട്ടിയമ്മയുടെ വീട് കാണിച്ചതിനകത്ത് നിങ്ങൾ കണ്ട ഭാഗങ്ങളാണ്. ഇവിടെയൊക്കെ പണ്ട് റബ്ബർ മുക്കാലയായിരുന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇപ്പോൾ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. സൂപ്പർ മഴയാണ് പെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വലിയ കായ ഉണ്ടായടാവേ, കായ ഉണ്ടാകുന്നില്ലേ? ഓ, അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ കാഴ്ചകൾ ഇന്നത്തെ. നമ്മുടെ വീടൊക്കെ പൊളിച്ചു കേട്ടോ, നമ്മുടെ വീടൊക്കെ പൊളിച്ചെന്ന്. ആ, അവിടെ വേറെ ആളെ കൊണ്ട് പൊളിപ്പിക്കുക, ആളെ വെച്ച് പൊളിപ്പിക്കുക. ആ, അവിടെ വീട് പണിയാനായിട്ട്. ആ, അപ്പം ഇനി നോക്കുമ്പം അരയത്ത് പുത്തമ്പര ആ വീട് കാണിയല്ല. അരയത്ത് പുത്തമ്പരല്ലേ പഴയ വീട് കാണിയല്ല, ഒത്തിരി ചരിത്രം ഉറങ്ങുന്ന വീട്. പിന്നെ എവിടെയാ പണിയാണ്? അവിടെ തന്നെ പണിയാനായിരിക്കും. ബിനോയി ആണല്ലോ അവിടുത്തെ ആള്. ബിനോയി അല്ല ബിനോയി. അവിടെ ബിനോയ്ക്കല്ലേ വീതം? ബിനോയ്ക്കല്ലേ വീതം? ആ, വീതം കൊടുത്തിരിക്കുന്ന ബിനോയ്ക്കാ തറവാട്. ബിനോയി ഇല്ലേ? ബിനോയി. ആ, ബിനോയ്ക്കാണ് വീതം കൊടുത്തത്. ബിനോയ് അവിടെ പുതിയ വീട് പണിയാൻ പോവാണ്. അത് അവിടെ എല്ലാവർക്കും കൂടെ വീതം വെച്ചപ്പം, അവർക്ക് എല്ലാവർക്കും കൂടെ വീതം വെച്ചപ്പോഴേ ബിനോയ്ക്കാണ് കൊടുത്തത്. ബിനോയ് അവിടെ വീട് പണിയാൻ പോവാണ്. അതുകൊണ്ട് നമ്മുടെ പഴയ തറവാട് പൊളിച്ച് മാറുവാണ്, പൊളിച്ചുകൊണ്ടിരിക്കുക. ഇപ്പം ഞാൻ പോയതിൻ്റെ കുറേ വീഡിയോ എടുത്ത് എല്ലാവരും കാണിക്കുന്നുണ്ട്. അതിനകത്ത് ഇട്ടിട്ടുണ്ട് മുമ്പായിട്ട്. ആ, ഇത്തിരി ചരിത്രം ഉറങ്ങുന്ന വീടല്ലേ. ആ, അത് തന്നെ, ആർക്കും ഇഷ്ടമില്ല. അതാണ് പറ്റിയത്. ഇഷ്ടമില്ലാത്തല്ല, അത് പോയായിരുന്നു. മെയിൻ്റനൻസ് ഒന്നും ചെയ്യാതെ കിടക്കുമല്ലേ, താമസിക്കാൻ ആളും ഇല്ലായിരുന്നല്ലോ. അരയത്ത് പുത്തമ്പര. ആ ഞങ്ങളുടെ വീടാ. ആ, അതാ പൊളിക്കുമെന്ന് പറഞ്ഞേ. ഞങ്ങളുടെ വീടാ. ആ. ഞങ്ങളുടെ വീടാ. ആ. ഞങ്ങളുടെ വീടാ. 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 ആ, അതാ പൊളിക്കുമെന്ന് പറഞ്ഞേ.
അപ്പം അത് പൊളിച്ചോണ്ടിരിക്കുവാ. ഞാൻ പോയി കുറച്ച് വീഡിയോ എടുത്തിട്ടായിരുന്നു. ഉം. നമ്മുടെ പഴയ ഓർമ്മകളൊക്കെ മറക്കാൻ പറ്റുമോ? അത് താമസിച്ചോണ്ടിരിക്കുന്ന അമ്മയും ചാത്തനറിയില്ല. താമസിച്ചുകൊണ്ടിരിക്കുന്ന പിന്നെ ആരും താമസിക്കുന്നില്ലായിരുന്നു. ആരും താമസിക്കുന്നില്ലായിരുന്നു. ഇല്ലേ? ആ എവിടെ പോയി? അവര് ഡൽഹിയിലല്ലേ? ഡൽഹി. ആണോ? ഡൽഹിയിലായോണ്ട് മക്കളവിടെ ജോലി അല്ലേ? ബിനോയ്ക്ക് അവിടെയല്ലേ? ബിനോയ് അവിടുന്ന് ഗൾഫിന് പോയി. ഷൈനി ഡൽഹി ജോലി ചെയ്യുന്നു. മക്കൾക്ക് അവിടെ ജോലിയെങ്കിൽ പിന്നെ ഇനി അവിടെ താമസം വരുമോ? ജീവിതമൊക്കെ കുറച്ചേക്ക് പോകുള്ളൂ. അതേന്നേ. ഇപ്പൊ വലിയ പ്രായമൊക്കെ ആകുമ്പോഴത്തേനെ താമസിക്കണം എന്നുണ്ടെങ്കിലേ ആൾക്ക് സ്ഥലം പിടിക്കുകയല്ല. സ്ഥലം പിടിക്കലാതൊക്കെ ആവും. അങ്ങനെയാണല്ലോ. നല്ല സ്ഥലങ്ങൾ, സുന്ദരമായ സ്ഥലങ്ങൾ വരുമ്പോഴത്തേനെ മനുഷ്യനെ പിടിക്കുകയല്ല. പിന്നെ ആർക്കും വേണ്ടാതെ ആവുമല്ലോ. ഇത് സ്വാഭാവികമായ കാര്യമല്ലേ. നിങ്ങളൊക്കെ താമസിക്കുന്നത് എവിടെയാ? ഞങ്ങൾ ഞാറുകുളം ഉദരക്കെട്ടല്ല താമസിക്കുന്നത്. നമ്മള് ഞാറുകുളം ഉദരക്കെട്ട. എലിക്കുട്ടി നമ്മളെല്ലാം കൂടെ ഞാറുകുളം ഉദരക്കെട്ടല്ല താമസിക്കുന്നത്. എലിക്കുട്ടിയുടെ സ്വന്തം വീടല്ലേ അരയത്തൂത്തമ്പര? എലിക്കുട്ടി ജനിച്ച വീടല്ലേ അരയത്തൂത്തമ്പര? ഇനി ചെല്ലുമ്പോ അവിടെ വീട് കാണിയില്ല. അതാ പറഞ്ഞേ. 2 കൊല്ലത്തോളമായി പെരുമാറി 2 കൊല്ലം ആയല്ലോ. എവിടുന്ന് മാറിയിട്ട്? എവിടുന്ന് മാറിയിട്ട്? ഇവിടുന്ന് പല സ്ഥലത്തൊക്കെ മാറിയിട്ട് എത്രയോ വർഷങ്ങളായില്ല. കാരണവന്മാരുടെ കാലത്തൊക്കെ. കാരണവന്മാരുടെ കാലത്തുള്ള വീടാ അത്. അന്നുള്ള വീടാ. അതേ. അത് പൊളിച്ച് മാറ്റുവാണ്. എത്ര തലമുറയായി. എത്ര തലമുറയായി. അത് തന്നെ. അപ്പോൾ നമ്മൾ ഓടിക്കളിച്ച് നടന്ന വീട് ചെല്ലുമ്പോൾ കിടക്കാൻ കൊള്ളിയെന്ന് പറഞ്ഞ് അവരും പഴക്കാം. പഴക്കം ചെന്നില്ലേ? ഉപ്പിളി കൊണ്ടും പഴയ ഓടുമൊക്കെ. അതൊക്കെ ശരിയാ. എന്നതായാലും ഒരു സമയം ഒരു കാലമുണ്ട്. ആ കാലം കഴിയുമ്പോൾ അതിൻ്റെ അകത്തുനിന്ന് പോകും. മാറണം. അല്ലെ സുഖമില്ല. മാറണം. വീടിനായാലും അതെ, പറമ്പിനായാലും കൊള്ളാം. പറമ്പാണേലും മാറണല്ലേ. പിന്നെ പാരമ്പര്യമായിട്ട് കിടക്കരുത് ഒരു സ്ഥലത്ത് തന്നെ. അപ്പം എന്തായാലും ബിനോയ് വീട് പൊളിച്ചോണ്ടിരിക്കുക. ഓടൊക്കെ ഇറക്കി. അപ്പം മഴ ആയതുകൊണ്ട് അവർ കഴുക്കോലൊന്നും ബാക്കി പൊളിക്കാൻ വന്നില്ല. ഓടല്ലായിരുന്നോ അതിൻ്റെ മോള് മുഴുവനും? ഓടായിരുന്നല്ലോ. അങ്ങനെയൊക്കെയല്ലേ. അല്ലാതോ അന്ന് ഓടല്ലേ ഉള്ളൂ. മറ്റൊന്നുമില്ലല്ലോ. ഓട് സീറ്റും അല്ലേ ഉള്ളൂ. പഴയ കാലം. അതനുസരിച്ച് അന്നത്തെ കാലം പണിയാൻ പറ്റുള്ളൂ. അത് തന്നെ. ഒന്ന് വാർക്കൊന്നും അധികം ഇല്ലല്ലോ. അത് എത്ര ഏക്കറുണ്ട്? വലിയ ഏക്കറൊന്നുമില്ല. വീട് മാത്രമേ വിളിക്കുന്നുള്ളൂ. ഏക്കറൊന്നും അധികം ഇല്ലെന്നേ. സ്ഥലം എന്തോരമുണ്ട്? സ്ഥലം വലിയ 10-18 സെന്റേ ഉള്ളൂ. 10-18 സെന്റേ ഉള്ളൂ. 18 സെന്റാ പറ്റാൻ തോന്നുന്നു. വീടിരിക്കുന്ന എല്ലാം കൂടെ കൂടി. അത് മതിയോ? അത് മതിയല്ലോ. വീട് മാത്രം മതിയില്ലേ? വേലയെടുക്കാൻ തന്നെ പറമ്പിൽ വല്ല വേലയെടുക്കാൻ പറ്റുമെന്ന്? പറമ്പിലൊന്നും വേലയെടുത്താൽ ഉണ്ടാകത്തില്ല. ഇച്ചിരി സ്ഥലത്തൊന്നും വേലയെടുത്തിട്ട് കാര്യമില്ല. ഇത് ഫാമിംഗ് ആയിട്ട് ചെയ്താലേ കാര്യമുള്ളൂ. കൃഷിയൊന്നും ചെയ്യുന്നില്ലല്ലോ. അവർക്ക് ജോലിയല്ലേ ഉള്ളേ. ജോലിയുണ്ടോ? ഇനിയൊരു ചെറിയ വീട് കൊടുത്താൽ മതി. ഒരു മകനേ ഉള്ളൂ. ഞാനിവിടെ വരുമെന്ന് തോന്നുന്നില്ല. എന്നാലും ഗവൺമെന്റ് ജോലിയൊന്നുമില്ല, പ്രൈവറ്റ് ജോലിയാ. എന്നാ കഞ്ഞി കുടിച്ചോ. ശരി ജില്ലേ, പോയി കഞ്ഞി കുടിച്ചോ. അതിനാ ആർക്കാട്ടൊക്കെ കൊണ്ട് വെച്ചാൽ എലിക്കുട്ടിക്ക് കൊണ്ട് വെച്ചാ. എലിക്കുട്ടിക്ക് കൊണ്ട് വെച്ചതാണേ. അതെ അതല്ലേ പറഞ്ഞേ, കഞ്ഞി കുടിക്കാൻ പറഞ്ഞേ. എലിക്കുട്ടിക്കല്ലേ, വേറെ വല്ലവർക്കാണ് കഞ്ഞി കുടിക്കാൻ പറയുമോ? അപ്പം നമ്മുടെ അരയത്ത് പുത്തമ്പര വീട് ഓർമ്മകളിലോട്ട് പോവുകയാണ് കേട്ടോ. നീ അരയത്ത് പുത്തമ്പര നമ്മുടെ പഴയ വീട് കാഴ്ചയിലില്ല, ഓർമ്മയിൽ മാത്രമായി മാറുന്നു. ഓടിക്കളിച്ച് നടന്ന ഒത്തിരി പിള്ളേർ ഓടിക്കളിച്ച് നടന്ന ഒരു വീട്. അവർക്ക് സ്ഥാനമുണ്ട്, പ്രായമുണ്ട്. ഒത്തിരി പഴയ കാലത്തുള്ളവരൊക്കെ
പഴയ കാലത്തുള്ളവരൊക്കെ പുതിയ കാലത്തോട്ട് മാറണം, ഏ? പുതിയ കാലത്തോട്ട് മാറണം. അതുകൊണ്ടാണ് അതൊക്കെ പൊളിച്ച് പോകുന്നത്, പുതിയ പണിയാൻ പോകുന്നത്. അപ്പം ഞങ്ങൾക്കൊക്കെ അത് ഓർമ്മയാണ്. ഞങ്ങളുടെ ഓർമ്മയിൽ നിലനിൽക്കുന്ന വീട് അങ്ങനെ കാണാമറയത്തേക്ക് പോവുകയാണ്. കഞ്ഞി കുടിക്ക് പോയി വാ, കഞ്ഞി എടുത്ത് വെച്ചാൽ ഇല്ല. കഞ്ഞി എടുത്ത് വെച്ചിരിക്കുന്നു. ആ എന്നതാ? ചെല്ല് 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 കഞ്ഞി കുടിക്ക്. ഞാൻ കൊടുക്കണം. മഴയാ, ഇന്നലെ വൈകിട്ട് തുടങ്ങിയ മഴയാണ്. കഞ്ഞി കുടിക്കാൻ വന്നില്ലേ? കഞ്ഞി കുടിക്കാൻ വന്നില്ലേ എലിക്കുട്ടി? ഒന്നല്ലേ ആ വാടാ വാനേ, ചോറ് എടുത്ത് വെച്ചു വാ. ഏതാണ്ട് പേപ്പറാ. അപ്പോൾ കൈയിട്ട് വാ, അന്നേരം പോയി കൈയിട്ട് വന്ന് കഴിക്കേ. ഇപ്പൊ കൈ കഴുക്കൊന്നുമില്ല. രാവിലെ ഒന്നും കൈ പോലും കഴിയില്ല, പല്ല് തേച്ചിട്ടില്ല. അതിനാ ആ പല്ലൊന്നും ഞാൻ തേക്കുന്നില്ലെന്നു. ആഹാ, അങ്ങനെയൊക്കെ എന്നോട് പറയണേ. എനിക്ക് പിടിച്ചു പല്ല് തേപ്പിക്കാൻ പറ്റുമോ? എന്നെ കൊല്ലുന്നേന്ന് പറയും. അതെ അതെ. അതുകൊണ്ട് ഞാൻ വേണ്ടാത്ത കാര്യത്തിനൊന്നും ഞാൻ പോകത്തില്ല. ഒച്ച പറയുന്നത് പോലും ഇപ്പൊ എന്നോട് ഒച്ച പറയണ്ടെന്നാ പറയുന്നത്. ഞാനവിടെ ഇനി അമ്മയോടൊന്നും മിണ്ടാൻ മല്ലില്ല, നിർത്തി. നമ്മള് ചെയ്യാനുള്ള കാര്യങ്ങൾ അങ്ങ് ചെയ്താൽ പോരെ. വെറുതെ ചുമ്മാ വല്ലവരുടെ വായിരിക്കണം തെറി കേൾക്കേണ്ട കാര്യമുണ്ടോ? ആ അത് മതി. ഞാനില്ല പരിപാടിക്ക്, ഞാൻ നിർത്തി. ആർക്കും പരാതിയില്ലല്ലോ. വാ ഒന്ന് കഴിക്കേ. വാ, കഞ്ഞിയുടെ എടുത്ത് വെച്ചിരിക്കുന്നേ. ആ അത് കഴിക്ക്, തണുത്തു പോവും. വാ, ഞങ്ങൾ കഴിക്കുന്ന കണ്ടില്ലേ? വാ വാ വാ, വേറെ ആരും ഇല്ലെന്നേ. ഇങ്ങോട്ട് വരാനേ. ഇനി ആരെ കാണണ്ടേ? അമ്മയ്ക്ക് ആരെ കാണണ്ടേ? കാണപ്പെട്ടവർ അമ്മേനെ വന്ന് കാണണം അല്ലേ? വാ, ഈ മേലാത്തടത്ത് എല്ലായിടത്തും പോയി കാണാൻ പറ്റുമോ? നമുക്കൊക്കെ ഒത്തിരി വഴക്കമുള്ള ആൾക്കാരല്ലേ, നമുക്കൊക്കെ അറിയാമേ. ആ വന്ന് കാണാൻ ഇവിടെയൊക്കെ വന്ന് കാണട്ടെ. കഴിച്ചോ, വന്ന് കഴിക്കേ. അതൊന്നുമില്ല, രോമനോടെ കുത്ത പിടിച്ചോട്ട് നിന്നിട്ടാ മര്യാദയോടെ ഇത് കഴിച്ചു. അങ്ങനെയൊക്കെ ആയോ? അവിടെ നിന്നോട്ടെ. ഷർട്ട് ഇട്ടിരിക്കുന്നത് മാറാന്ന് മനസ്സിലായി. ഞാൻ അമ്മയുടെ വീട് ഹരിതപുത്തമ്പര പൊളിച്ച കാര്യം പറയില്ലേ? എല്ലാം മനസ്സിലായി. ഹരിതപുത്തമ്പര പൊളിക്കുന്ന കാര്യം പറയില്ലേ? ഹരിതപുത്തമ്പര പൊളിക്കാൻ തുടങ്ങി, ഓടൊക്കെ ഇറക്കി. അത് നമ്മൾ എല്ലാവരും കാണിക്കുമല്ലേ? നമുക്ക് മൊത്തത്തിൽ കാണിക്കാൻ പറ്റിയില്ല. ഇപ്പോഴല്ലേ പൊളിക്കുമ്പോഴാണല്ലോ എല്ലാവരും കാണിക്കാൻ പറ്റിയില്ല. അതെ അല്ലേ അല്ലേ? അപ്പോൾ നമ്മുടെ ഹരിതപുത്തമ്പരയുടെ കാര്യം പറഞ്ഞേ. അമ്മ വീട്ടിൽ പോണമെന്ന് പറഞ്ഞ വീട് ഇനി ഇല്ലെന്നാ പറഞ്ഞേ. ആ വീട് പൊളിച്ചു പോവുകയാണ്, ഹരിതപുത്തമ്പര പൊളിച്ചു പോവുകയാണ്. ഞാനൊരു കാര്യം പറയട്ടെ, വീഡിയോ ഓൺ ആയിരിക്കണേ. നമ്മൾ ഈ അമ്മയോട് റിപ്പീറ്റ് ചോദിച്ചേ എല്ലാവർക്കും ഇതൊരു മടുപ്പായി തോന്നിയിട്ടുണ്ട്. മടുക്കാത്ത കുറച്ച് പേരുണ്ടാവും, അങ്ങനത്തൊന്നും ഞാൻ പറയുന്നില്ല. അതിനെ നമുക്ക് നല്ല കുക്കിംഗ് വീഡിയോയോ നമ്മുടെ വീട്ടിലെ വിശേഷങ്ങളോ ഒക്കെ ആയിട്ടുള്ള വീഡിയോസ് ഇടായിരുന്നു. അപ്പൊ അതിനകത്താണെങ്കിൽ വലിയ തെറ്റുകുറ്റങ്ങൾ വരികയല്ല. നിങ്ങളൊന്ന് കമന്റ് ചെയ്തേക്കണം കേട്ടോ. അതിന് പ്രശ്നം അമ്മയുണ്ടാവും കൂടെ. അമ്മയുടെ സംഭാഷണങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ട് കുക്കിംഗ് വീഡിയോ നമ്മുടെ വീട്ടിലെ ഓരോ ദിവസത്തെ ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്കങ്ങ് കാണിക്കാം. അപ്പൊ അതിനകത്ത് ഒത്തിരി എന്താ പറയാ, ഈ ബാഡ് കമന്റ്സ് വരുന്ന ഒഴിവാക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് കേൾക്കുന്ന ബുദ്ധിമുട്ടാണ്. എനിക്ക് ചെയ്യാനുള്ളത് ഞങ്ങൾ തന്നെ ചെയ്യണം, വേറെ ആരും ചെയ്യാനില്ല. അവിടുത്തെ അങ്ങനെയാണ് സ്ഥിതി. അങ്ങനെയാണ് എന്ന് വെച്ചാലും ജോലിക്ക് പോയിരിക്കുന്ന മക്കൾക്ക് വന്നിട്ട് അമ്മേനെ അപ്പനെ നോക്കാൻ പറ്റില്ല. അപ്പം വീട്ടിൽ നിൽക്കുന്ന ആരാണോ അവരാണ് അമ്മേനെ അപ്പനെ നോക്കാനോ ആയിട്ടുള്ളവരുള്ളൂ. അല്ലെങ്കിൽ ഇപ്പം പഠിത്തമുണ്ടെന്ന് ജോലിക്കാരുണ്ടെന്ന് പറഞ്ഞാൽ അവർക്ക് ആരെങ്കിലും ഒരാളെ ജോലിക്ക് അവിടെ നിർത്തേണ്ടി വരും. അതൊക്കെ ഭയങ്കര ഒരു ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഇപ്പൊ അങ്ങനെ ഒരു അവസ്ഥയിലോട്ട് വരുവാണെങ്കിൽ എന്തെങ്കിലും ചെയ്താൽ മതിയല്ലോ. ഇപ്പൊ നമുക്കുണ്ട്, സൗകര്യമുണ്ട്, നമ്മൾ ചെയ്യുന്നുണ്ട്. എന്നിട്ട് ചെയ്തിട്ടും വലിയവരുടെ വായിലിരിക്കുന്നത് കേൾക്കുമ്പോൾ എനിക്ക് നല്ല ബുദ്ധിമുട്ടാണ്. ഞാനാണ് അനുഭവിച്ചോണ്ടിരിക്കുന്നത്, ഞാനാണ് ഇത് ചെയ്യുന്നത്. അപ്പൊ ചെയ്യുന്നതിന്റെ അത് എന്തോരം ഉണ്ടെന്നുള്ളതിന്റെ സഹനം എന്തോരം ഉണ്ടെന്ന് നന്നായിട്ട് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ഞാൻ പോകുന്നത്. അതുകൊണ്ട് അമ്മേനെ ഇങ്ങനെ എന്താ പറയാ കുത്തി ചോദിച്ചുള്ള ചോദ്യങ്ങളൊന്നും ഇനി ഇല്ല. ഞാനില്ല അവിടെ ചോദിച്ചു പറഞ്ഞത് ആരാ വരുന്നത്. ഒരാളൊരു കമന്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിപ്പോ ആരാ വരുന്നത് നമുക്ക് ഓർമ്മയുണ്ടോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നല്ലേ. അത് അവർക്ക് മനസ്സിലാവും. അവർക്ക് ഈ നോക്കിയല്ലാത്ത മനുഷ്യരെ കൂടുതൽ കുറ്റങ്ങൾ പറയുന്നത് അറിയാം. നോക്കിയിട്ടുള്ളവര് പറയുന്നില്ല. പിന്നെ ഒരു കാര്യമുണ്ട്, മറ്റു മക്കള് ഈ നോക്കുന്ന മക്കളോട് കുറച്ചൊക്കെ റെസ്പെക്ട് കാണിക്കണം.
അതെനിക്ക് പറയാനുണ്ട്. അതിപ്പോ നമ്മുടെ വീട്ടിലെ കാര്യമല്ല പറയുന്നത്. പുറത്ത് ആരെങ്കിലും മക്കള്, അതായത് സഹോദരങ്ങളൊക്കെ വിദേശത്തുള്ളവരോ അല്ലെങ്കിൽ ജോലിക്കാരായിട്ട് നോക്കാൻ പറ്റാത്തവരൊക്കെ ഉണ്ടല്ലോ, അവര് ഈ ആരാണ് വീട്ടിൽ നിന്ന് ഈ മാതാപിതാക്കളെ നോക്കുന്ന അവരോട് കുറച്ചൊക്കെ റെസ്പെക്ട് കാണിക്കുകയോ അവരെ ഒന്ന് സഹായിക്കുകയൊക്കെ ചെയ്യുന്നത് നല്ലതാണ്. അതായത് കുത്തുവാക്കുകൾ കുറ്റപ്പെടുത്തലുകളൊന്നും അവരിൽ നിന്ന് വരരുത്. ദൈവത്തെ ഓർത്തു. ഞങ്ങളുടെ വീട്ടിലെ കാര്യമല്ല കേട്ടോ പറയുന്നത്, ഞാൻ പൊതുവെ ഉള്ളൊരു കാര്യമാണ്. ചെയ്യുന്നവരുണ്ട്, നന്നായിട്ട് ചെയ്യുന്നവരുണ്ട്, എനിക്ക് അനുഭവമുണ്ട്, ചെയ്യുന്നവരൊക്കെ ഉണ്ടെന്ന്. അല്ല, അത് നമുക്ക് കമന്റിനകത്ത് വന്നിട്ടുണ്ടായിരുന്നല്ലോ. ഇങ്ങനെ ആദ്യ കാലഘട്ടത്തിലൊക്കെ നമ്മുടെ കമന്റ് വന്നിട്ടുണ്ടായിരുന്നല്ലോ, നോക്കുന്നവർ എപ്പോഴും കുറ്റം മാത്രമേ ഉള്ളൂ, എന്തെങ്കിലും കുറവ് വന്നാൽ അത് കുറ്റം, പക്ഷേ നോക്കാത്തവർ വന്നിരുന്ന ആ കുറ്റം പറയുന്നത്. നമുക്ക് പിന്നെ അങ്ങനെ ഒരു കാര്യങ്ങളൊന്നും നമുക്കുണ്ടായിട്ടില്ല. എല്ലാവരും നമ്മളോട് ചേർന്ന് തന്നെയാണ് നിൽക്കുന്നത്. പിന്നെ പുറത്തുള്ളവർ പലരും അങ്ങനെ പറഞ്ഞ് നമ്മുടെ കമൻറ്റുകളിൽ വന്നിട്ടുണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് നിൽക്കുന്ന മക്കൾ വന്ന് കുറ്റം പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അത് ഒഴിവാക്കുക എല്ലാവരും. അതുകൊണ്ട് എന്താന്നുള്ള നിങ്ങളുടെ ഒരു അഭിപ്രായം കൂടെ ഒന്ന് പറയണം കേട്ടോ. കഴിഞ്ഞ ദിവസം വർത്താനം പറയുന്നത് പോലെ ഇന്നും കേട്ട് ചിലപ്പോൾ അത് ബോറാവുന്നുണ്ട്. നമുക്ക് ആൾക്കാർ വ്യൂസ് പോകുന്നുണ്ടല്ലോ, അപ്പൊ നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ടായിരിക്കാം എന്നാണ് മനസ്സിലാക്കുന്നത്. ഞങ്ങൾ മനസ്സിലാക്കുന്നത് അങ്ങനെയാണ്. വ്യൂസ് കുറയുന്നത് ഒന്നും ഒരേ കാര്യങ്ങൾ പോലെ ഓരോ കാര്യങ്ങൾ പറയുന്നില്ല, എല്ലാം ഓരോ വ്യത്യസ്തമാണ്, ഓരോ വീഡിയോയും വ്യത്യസ്തമാണ്. നമ്മുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കാൻ പറയുകയും ചെയ്യുന്നത് വ്യത്യസ്തമാണ്. എന്നാലും എല്ലാവരും അമ്മയുടെ ഈ വർത്തമാനങ്ങളെ കേട്ട് മടുത്ത പോലെ തോന്നുന്നു. കുറച്ച് പേർക്ക് മാത്രം അല്ലേ. ഓരോ ആൾക്കാരുണ്ടായിരുന്നു കാണാൻ. എവിടെ കൊണ്ടാ ഞങ്ങളുടെ ഭാഗത്താണ് തെറ്റെങ്കിൽ ഞങ്ങളുടെ ഭാഗത്ത് തെറ്റെന്ന് പറഞ്ഞു തരണം കേട്ടോ. തെറ്റുള്ള കാര്യങ്ങൾ ഞാനത് അംഗീകരിക്കാൻ ഞാൻ തയ്യാറാണ്. ഞാൻ എന്നാളൊരു വീഡിയോക്കകത്ത് പറഞ്ഞിട്ടുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. തെറ്റാണെങ്കിൽ അത് തെറ്റാണെന്ന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യങ്ങൾ അംഗീകരിക്കാൻ തയ്യാറാണ്. ഇതിപ്പം നമ്മൾ അമ്മയുടെ ഓരോ കാര്യങ്ങൾ ചോദിക്കുന്നത് നമ്മുടെ മെമ്മറി നിലനിർത്താൻ വേണ്ടിയാണ് ചോദിക്കുന്നത്. ഒന്നും ചോദിക്കാതിരിക്കുന്ന സമയത്ത് അമ്മയ്ക്ക് ഒട്ടും ഓർമ്മയില്ലാത്ത കണ്ടീഷനിലാണ് പോകുന്നത്. ചോദിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അമ്മയ്ക്ക് അത്രയും അമ്മ ആയി വരുന്നത്. അത് കാഴ്ചക്കാർക്ക് അത് മറ്റു രീതിയിൽ, ചിലർക്കൊക്കെ വേറെ രീതിയിലായിരിക്കും ഫീൽ ചെയ്യുന്നത്. അതുകൊണ്ടായിരിക്കും എനിക്ക് തോന്നുന്നത്. അല്ലാതെ ഇതൊന്നുമില്ല. കാരണം ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ച് അമ്മയുടെ മെമ്മറിയിലോട്ട് അത് കയറി വരുന്നുണ്ട്. നമുക്ക് ഓർമ്മക്കേടെന്ന് പറഞ്ഞാൽ സ്ഥിരമായിട്ടുള്ള ഓർമ്മക്കേടില്ല. ഞാൻ ചോദിക്കാലോ കേട്ടോ, നമുക്ക് ചില കാര്യങ്ങൾ അങ്ങ് കണ്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്താ പറയാ, അല്ല ഒരാളുടെ കമന്റിൽ നമ്മൾ മൈൻഡ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അമ്മയുടെ ഓർമ്മക്കേടെന്ന് പറഞ്ഞാൽ നമുക്ക് ഫുൾ ടൈം ഓർമ്മ കുറവൊന്നുമില്ല. ചില സമയങ്ങളിലുള്ള ഓർമ്മ പ്രശ്നമുള്ള ഞാൻ പറഞ്ഞ ഫ്ലാഷ് മെമ്മറി എന്നാണ് ഞാൻ പറയുന്നതിന്. ഞാൻ ചെയ്യേണ്ട കടമകൾ ഞാൻ ചെയ്യുന്നുണ്ട്. ഇതിപ്പം അതിന് ഞാൻ പറയുന്ന ഫ്ലാഷ് ഏൽപ്പിച്ചാൽ തന്നെ എനിക്കിപ്പോൾ ചേച്ചിയുടെ അടുത്തുകൊണ്ട് ഞാൻ ഏൽപ്പിച്ച ഒരു കാര്യം ഞാൻ പറയാമല്ലോ. ചേച്ചി ഉണ്ടെങ്കിൽ അവിടെ ചേച്ചിയുടെ അടുത്ത് എനിക്ക് ഉത്തരവാദിത്തമായിട്ട് അമ്മേനെ ഒരു ദിവസം നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച് 1-2 ദിവസം നോക്കാൻ പറഞ്ഞ് ഏൽപ്പിച്ച ചേച്ചി ഉത്തരവാദിത്തോടെ ചെയ്തോളും എനിക്കറിയാം. ഇപ്പം എല്ലാവർക്കും അതുപോലെ ചെയ്യാൻ പറ്റുമോ എനിക്കറിയത്തില്ല. ബുദ്ധിമുട്ട് എന്താ പറയുക, പലർക്കും പല രീതിയിലല്ലേ. മാതാപിതാക്കൾ പോലെ അവരെല്ലാം ചെയ്തുകൊണ്ട് പോകാമെന്ന് പറഞ്ഞാൽ നടക്കാൻ ചിലവർക്കൊന്നും പറ്റില്ല, അതൊന്നും ചെയ്യാൻ അവർക്ക് പറ്റില്ല. അതുകൊണ്ട് അവർ ചെയ്യത്തില്ലെന്ന് പറയും. അവർക്കത് വേറെ എന്തെങ്കിലും പല കാരണങ്ങൾ അവരത് എടുത്തിടുക അതിന് വേണ്ടിയിട്ട്. അതുകൊണ്ട് നമ്മൾ അമ്മയുടെ ഇങ്ങനെ ഓരോന്ന് ചോദിച്ചു ഓരോ കാണുമ്പോഴും അതേ അമ്മയുടെ ഓർമ്മയിലുണ്ടോയെന്ന് ചിലർ അമ്മയുടെ സ്പെഷ്യലായിട്ട് അമ്മയുടെ ഓർമ്മകളിലുണ്ട്. ഇന്നാൾ കുട്ടായുടെ അവിടെ ചെന്നപ്പോൾ കുട്ടായ ഒറ്റയടിക്ക് ഒത്തിരി നാൾ കൂടി കണ്ടിട്ട് കുട്ടായ പെട്ടെന്ന് ഒറ്റയടിക്ക് ഓർമ്മയെ പറഞ്ഞു. പക്ഷേ കൂടെ നിൽക്കുന്ന മക്കളെ അമ്മ ഓർമ്മ പറഞ്ഞില്ല. അതുപോലെ തന്നെ സാവുനിപ്പം ഈ ഇത്തവണ 2 ട്രിപ്പായിട്ട് അമ്മയ്ക്ക് ഓർമ്മക്കോട്ടുണ്ട്. പറമ്പിൽ നിന്ന്. പക്ഷേ ഉടുപ്പിട്ട് വന്നിട്ടായിരിക്കും ഇത്തവണ അറിയാഞ്ഞിരുന്നത്. വീട്ടിൽ വന്നപ്പോഴേ വാൻ്റെ വീട്ടിൽ വന്നപ്പോഴേ അറിയാവുന്നത്. അപ്പം അങ്ങനെയുള്ള വിഷയങ്ങളൊക്കെയാണ് അതിനകത്തുള്ളത്. അതിനിപ്പം ചോദിച്ച് ചലിച്ചെന്ന് പറയുന്നതിനകത്തൊന്നും കാര്യമൊന്നുമുള്ളതായിട്ട് എനിക്ക് തോന്നുന്നില്ല. കാരണം ചോദിച്ചുകൊണ്ടിരിക്കുന്നതനുസരിച്ചാണ് നമ്മൾ കൂടുതൽ ആക്റ്റീവായി ഞങ്ങൾ കണ്ടിരിക്കുന്നത്. കാരണം കൂടെ നിൽക്കുന്ന ഞങ്ങൾക്കല്ലേ കാര്യങ്ങൾ മുഴുവൻ അറിയത്തുള്ളൂ, അല്ലാത്തവർക്ക് അറിയത്തില്ലല്ലോ അല്ലേ. അതെ അല്ലേ കുട്ടി അല്ലേ. കൂടെ നിൽക്കുന്നവർക്ക് നോക്കുന്നവർക്കല്ലേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. കൂടെ നിൽക്കുന്നവർക്കും നോക്കുന്നവർക്കും അല്ലേ കാര്യങ്ങൾ അറിയത്തുള്ളൂ. അത്രേ ഉള്ളൂ. അത് തന്നെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ പെയിന്റ് ചെയ്യുന്നു. അത് തന്നെ ഉണ്ടോ, അമ്മ തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി അമ്മ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ബുദ്ധിമുട്ട് എന്തോരുണ്ടെന്ന് നമുക്കറിയാം. അതന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിർത്തുന്നു. അമ്മയുടെ വീട് എങ്ങനെയെങ്കിലും നിങ്ങളെന്ന് കാണിക്കാൻ പറ്റിയതിൽ സന്തോഷം. എല്ലാവരും കണ്ടാൽ എല്ലാവരും കമൻറ്റുകൾ ചെയ്യുക, അഭിപ്രായങ്ങൾ എല്ലാവരും പറയുക. അപ്പം നമ്മുടെ വീഡിയോ ഹൈപ്പ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അമ്മയുടെ വീഡിയോകൾ കാണുന്നവർ ദയവായി ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത ശേഷം ആദ്യം മുതലുള്ള വീഡിയോകൾ കാണുക.